ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ പോർഷനിലേക്ക് കിടക്കുകയാണ്. മോഡ്യൂൾ 1. മോഡ്യൂൾ 1 തന്നെ ഒരു 4 ഭാഗങ്ങളുണ്ട്. M1, M2, M3, M4 എന്നൊക്കെ പറഞ്ഞിട്ട് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു മോഡ്യൂളിൽ 4 ചെറിയ ചാപ്റ്റർ അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങൾ എന്ന രീതിയിൽ നമുക്കതിനെ കാണാവുന്നതാണ്. അതിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് M101 യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളിത് എല്ലാം പഠിച്ചതായിരിക്കും. എൻ്റെ ഒരു റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇതുള്ളൂ. എന്നിരുന്നാലും നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ അടക്കം ഈ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിനെ കുറിച്ച് ഒരു അവബോധം നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം നോട്ട് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം, വിരോധമില്ല. അപ്പം അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? നമ്മൾ പല ടൈപ്പ് ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി that can be measured and described by a number is called physical quantity. ഒരു ക്വാണ്ടിറ്റി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആവണമെങ്കിൽ നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. മെഷർ ചെയ്ത് അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നൊരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ക്വാണ്ടിറ്റീനെ കുറിച്ചിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. A physical quantity that can be measured and described by a number is called physical quantity. ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ ഒരു നമ്പർ വെച്ച് മെഷർ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുക. ഇനിയിപ്പോൾ എന്താണ് ഈ നമ്പർ? നമുക്കറിയാം, ഇപ്പോൾ ഒരു ആൾ പറയുകയാണ് ഒരു മേശയുടെ ലെങ്ത് 2 മീറ്റർ ആണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറെ മേശ എടുത്തോ 4 മീറ്ററുള്ള മേശ ഉണ്ട്. അപ്പോൾ ഈ 2, 4 എന്ന് നമുക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്ന ഓട്ടോമാറ്റിക്കലി എത്തുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അല്ലെ? ആ നമ്പർ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാണ് ഒരാളുടെ വെയിറ്റ് 40 കിലോഗ്രാം, ഒരാളുടെ വെയിറ്റ് 110 കിലോഗ്രാം. അപ്പോൾ ഈ നമ്പർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ ഒരു രൂപം നമുക്ക് ഊഹിക്കാൻ പറ്റും. 40 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ സാധാരണ ഒരാൾ അത്യാവശ്യം സ്കെൽട്ടനായിട്ടുള്ള ഒരാൾ, 110 കിലോ എന്ന് പറഞ്ഞാൽ ഒബിസിറ്റി ഉള്ള ഒരാൾ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് അത് വരിക. പക്ഷെ ആ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ മാത്രമാണ്. പക്ഷെ ആ നമ്പർ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റും അതുപോലെ ഡിസ്ക്രിപ്ഷൻ തരുന്ന ഒരു ക്വാണ്ടിറ്റിയെ നമുക്കൊരു നമ്പർ വെച്ചിട്ട് അതിൻ്റെ മെഷർമെന്റും ഡിസ്ക്രിപ്ഷനും തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീനാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. So a physical property that can be measured and described by a number is called physical quantity. For example, mass of a person is 65 kilogram. നമുക്ക് 65 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ ഏതാണ്ട് ഏത് രൂപമായിരിക്കും. ലെങ്ത് ഓഫ് ദ ടേബിൾ ഈസ് 3 മീറ്റർ. ഏരിയ ഓഫ് ദ ഹാൾ ഈസ് 100 മീറ്റർ സ്ക്വയർ. ടെമ്പറേച്ചർ ഓഫ് ദ റൂം ഈസ് 300 കെൽവിൻ. അപ്പോൾ ഇതൊക്കെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എത്ര ടൈപ്പ് ഉണ്ട്? ജനറലി 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, 2 ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും 2 ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. ഇനി എന്താണ് നമുക്ക് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? സിംപ്ലി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കാം. ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫോർ ദയർ മെഷർമെന്റ്സ് ആർ നോൺ ആസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ആ ഡെഫിനേഷൻ കണ്ടുപിടിക്കുന്നു വേണ്ട. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ.
physical quantity which does not depend upon other physical quantities, or the quantity which is independent from each other. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 എക്സാമ്പിൾ വന്നിട്ടുണ്ട്: മാസ്, ടൈം, ലെങ്ത്, ടെമ്പറേച്ചർ. ഇപ്പോൾ ഒരാളുടെ മാസ് കൂടിയെന്ന് വിചാരിച്ചിട്ട് ടെമ്പറേച്ചർ കൂടും? ഇല്ല, മാസ് അല്ല ടെമ്പറേച്ചർ. അതുപോലെ ലെങ്ത് കൂടിയെന്ന് വിചാരിച്ചിട്ട് ടൈം മാറും? ഇല്ല. അപ്പോൾ ടെമ്പറേച്ചർ, ടൈം, മാസ്, ലെങ്ത് ഇവയൊന്നും പരസ്പരം ബന്ധമില്ല. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. സോ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് അതർ. പരസ്പരം ഒരു ബന്ധമില്ല അവർ. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. സോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, the physical quantities which do not depend on any other physical quantities for their measurements are known as fundamental quantities. Examples: mass, length, time and temperature. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു, ഇവ പരസ്പരം ബന്ധമില്ല. പക്ഷെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ നാലെണ്ണത്തിലെ ഏതെങ്കിലും ഒന്നോ അതിലധികമോ കൂടിച്ചേർന്നിട്ട് വരുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. So derived quantities are originated from the fundamental quantities. അതാണ് നമ്മൾ derived quantities എന്താണെന്ന് നോക്കുക. So the physical quantities which depends on one or more fundamental quantities for their measurements are called derived quantities. ഒന്നോ അതിലധികമോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒന്നോ അതിലധികമോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്താലാണ് നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. അപ്പോൾ അതിൽ ലെങ്ത്തോ ബ്രെഡ്ത്തോ മാറുന്നതിനനുസരിച്ച് ഏരിയ മാറും. അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും മെഷർ ചെയ്താലാണ് അല്ലേ ഏരിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലെങ്ത്ത് എന്നുള്ളൊരു ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ച് ഏരിയ മാറിക്കൊണ്ടിരിക്കും. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്ത്ത് മാറുന്നതിനനുസരിച്ച് ഏരിയ മാറും. ഇനി സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഡിസ്റ്റൻസും അതായത് ലെങ്ത്തും ടൈമും ഉണ്ട്. അപ്പോൾ ലെങ്ത്ത് മാറിയാലും സ്പീഡ് മാറും, ടൈം മാറിയാലും, ടൈം ഫോർ ട്രാവലിംഗ് മാറിയാലും സ്പീഡ് മാറും. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ മാറ്റം വന്നാലും എന്ത് മാറും? ഇനി വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ 3 ലെങ്ത്താണ്, 3 ലെങ്ത്തുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് വോളിയം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ മാസ് മാറിയാലും ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. അപ്പം അങ്ങനെ പല ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടി ചേർന്ന് വരുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വൺ ഓർ മോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഫോർ ദെയർ മെഷർമെന്റ്സ് ആൻഡ് ആർ നോൺ ആസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യമാണ് പഠിച്ചത്. ഒന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെ 2 തരത്തിലുണ്ട്: ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണെന്നൊക്കെ മനസ്സിലായി. ഇനി യൂണിറ്റ് ഫോർ ദ മെഷർമെന്റ്. എന്താണ് ഈ യൂണിറ്റ്? ഇപ്പോൾ ലെങ്ത്തിന്റെ കേസ് തന്നെ നമ്മളൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എടുക്കണം. ലെങ്ത്തിന്റെ കേസ് ഒരാൾ പറയാണ് അതിൻ്റെ ലെങ്ത് 10 ആണ് എന്ന് നമ്മളോട് പറയാണ്. അതിൻ്റെ ലെങ്ത് 10 ആണ്, ഇത്രയാണ് ആൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? അതിൻ്റെ ലെങ്ത് 10 ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ കൂടെ അയാൾ ഒരു ചെറിയൊരു സാധനം കൂടിയും പറയണം. അതിൻ്റെ ലെങ്ത് 10 മില്ലിമീറ്റർ ആണ്, അതല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്, അതല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് 10 മീറ്റർ ആണ്, അതല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് 10 കിലോമീറ്റർ ആണ്. ഇതെല്ലാം 10 ആണ്. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഡിസ്ക്രിപ്ഷൻ എല്ലാം 10 ആണെങ്കിലും ഒരേ നമ്പർ ആണെങ്കിലും ആ ഡിസ്ക്രിപ്ഷന് വ്യത്യാസമുണ്ട്. കാരണം ആ നമ്പറിന് ഒരു മീനിങ് ഫുൾ അല്ലെങ്കിൽ ഒരു മീനിങ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? അതിൻ്റെ കൂടെ യൂണിറ്റും കൂടി ചേർക്കണം. 10 മില്ലിമീറ്റർ അല്ല 10 മീറ്റർ, അല്ലെങ്കിൽ 10 മീറ്റർ അല്ല 10 ഇഞ്ച്. അതിനതിൻ്റെതായ ഇമ്പോർട്ടൻസ്. അപ്പോൾ യൂണിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പലപ്പോഴും പ്രാക്ടിക്കൽ ലാബിൽ പരീക്ഷ എഴുതി
നല്ല വാല്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, അതിൽ യൂണിറ്റ് എഴുതിയിട്ടില്ല. യൂണിറ്റിൽ എഴുതിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് യാതൊരു അർത്ഥമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ കുട്ടികളെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എന്താണ് സാധനം, ചക്കയാണോ മാങ്ങയാണോ ഇതെന്താണെന്ന് സ്പെസിഫൈ ചെയ്യുമെന്ന് പറയും. അപ്പോഴാണ് അവർ എഴുതുക കറക്റ്റ് യൂണിറ്റ് എഴുതുക. അപ്പോൾ യൂണിറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് ആസ് വെൽ ആസ് സയൻറ്റിഫിക് ഇൻഡസ്ട്രീസ്. നമ്മൾ പ്രോപ്പറായിട്ട് യൂണിറ്റ് ഡീൽ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിന് തന്നെ ഒരു യൂണിറ്റേ ഉള്ളൂ. ഇപ്പോൾ ലെങ്ത്തിന് തന്നെ ഞാൻ പല എക്സാമ്പിൾ പറഞ്ഞു, പല ടൈപ്പ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇത്ര യൂണിറ്റ്, കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കാനാണോ? അല്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പേനയുടെ ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പേനയുടെ നീളം ഒരാളോട് അളക്കാൻ പറയുകയാണ്. അയാൾ സ്വാഭാവികമായി അയാൾ എന്തിനാണ് അളക്കുള്ളൂ? അയാൾ ഒരു സ്കെയിൽ വെച്ച് സെൻറ്റിമീറ്ററിൽ അളക്കുള്ളൂ. കാരണം ആ സിറ്റുവേഷന് യോജിച്ച യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. ആൾ അളന്നിട്ട് പറയും 7 സെൻറ്റിമീറ്റർ ആണ് പേനയുടെ യൂണിറ്റ്. അയാൾ ഒരിക്കലും അത് മില്ലിമീറ്ററിൽ അളന്ന് പറയില്ല, അതല്ലെങ്കിൽ അതിൽ കിലോമീറ്ററിൽ അളന്ന് പറയില്ല, അല്ലെങ്കിൽ മീറ്ററിൽ അളന്ന് പറയില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ്, എത്ര ഡിസ്റ്റൻസ് ആണെന്ന് ചോദിച്ചാൽ ഒരാൾ അവിടേക്ക് പോകുന്നത് 2,96,900 സെൻറ്റിമീറ്റർ ആണെന്ന് ആരെങ്കിലും പറയൂ? ഇല്ല, 1 കിലോമീറ്ററിൽ പറയും. കാരണം നമ്മുടെ സിറ്റുവേഷൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ പല പല യൂണിറ്റുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ലെങ്ത്തിനെടുക്കുന്ന യൂണിറ്റുകളാണ് മീറ്റർ, ഫൂട്ട്, ഇഞ്ച്. മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീറ്റർ, ഫൂട്ട് എന്ന് പറഞ്ഞാൽ അടി, ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 സെൻറ്റിമീറ്ററോളം വരും. അങ്ങനെ പല കൂടുതൽ നമ്മൾ ഈ സ്റ്റിച്ചിങ്, നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ അവർ ഇഞ്ചിലാണ് കൂടുതൽ, അവർക്ക് കൺവീനിയൻസ് ഇഞ്ചാണ്, അവരതിലാണ് എടുക്കുക. പിന്നെ മാസിന് സാധാരണ നമ്മൾ ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, ഒരു ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ വരുന്നതാണ് പൗണ്ട് ഉണ്ട്, പിന്നെ പല ടൈപ്പ്. പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ ഒക്കെ കേസാണെങ്കിൽ ഗ്രാംസ്, പവൻ, അല്ലേ, അങ്ങനെയൊക്കെ പറയും. അതായത് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, മിനിറ്റ്, അവർ, അല്ലെ, ഇയറൊക്കെ ടൈം തന്നെയാണ്. അങ്ങനെ പല നമ്മൾ സിറ്റുവേഷനനുസരിച്ച്, അതായത് ഇപ്പോൾ നമുക്ക് എത്ര വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേയ്സ് വെച്ച് വയസ്സ് ഒരിക്കലും പറയാറില്ല. നമുക്ക് ഡേയ്സ് വെച്ചും പറഞ്ഞൂടെ? പറയാറില്ല, നമ്മൾ ഇയറേ പറയാറുള്ളൂ. ഏകദേശം 22 കഴിഞ്ഞു, 22.5 ആയി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മന്ത് വെച്ച് നമ്മുടെ വയസ്സ് പറയാറുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പറയും ഇപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ട് എത്ര ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഏകദേശം 1 മാസമായി എന്ന് പറയും. അത് ഇയറിൽ പറയാൻ നിൽക്കില്ലല്ലോ. 0.12 ഇയർ എന്നൊന്നും നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പല യൂണിറ്റുകൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആ യൂണിറ്റിനെ കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അതിപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല, നമുക്ക് പൊതുവെ ഈ പല യൂണിറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പല ഫീൽഡിലേക്ക് പോകുമ്പോഴും നമുക്കത് ഉപകാരപ്പെടും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഴയകാല യൂണിറ്റാണ് CGS യൂണിറ്റ്. CGS ആദ്യം ജനറേറ്റ് ചെയ്തിരുന്ന യൂണിറ്റ്, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയ ലെങ്ത്, മാസ്, ടൈം ഇതിന് ഏറ്റവും ആദ്യം അസൈൻ ചെയ്ത യൂണിറ്റാണ് അത്. അതാണ് SE എന്ന് ഉദ്ദേശിക്കുന്നത് സെന്റിമീറ്റർ, G എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാം, S എന്ന് പറഞ്ഞത് സെക്കൻഡ്. ലെങ്ത്, മാസ്, ടൈം, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. അപ്പോൾ ഈ ഗോഷ്യൻ യൂണിറ്റ് എന്നാണ് അതിനെ പറയുക. അതായത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ഗോസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഫ്രാൻസിലാണ് ഉണ്ടായിരിക്കുന്നത്. ദിസ് സിസ്റ്റം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രാൻസ്. ഇറ്റ് ഈസ് ആൾസോ നൗൺ ആസ് ഗോഷ്യൻ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. It is based on centimeter, gram, second as the fundamental unit of length, mass and time. ഇതിൽ ലെങ്ത്, മാസ്, ടൈം എന്ന് പറയുന്നത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നീ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫ്രഞ്ചുകാരന് കൊടുത്തിട്ടുള്ള വേറൊരു യൂണിറ്റ് ആണ് MKS സിസ്റ്റം. അപ്പൊ ലെങ്ത്, മാസ്, ടൈം എന്ന് ഇവിടെ പറയുന്നത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ലെങ്ത്തിന് മീറ്റർ, വെയിറ്റിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. ഇതും ഫ്രഞ്ചുകാരനാണ്. പക്ഷെ ഇതിന് പറയുന്ന പേരാണ് ഫ്രഞ്ച് യൂണിറ്റ്. പക്ഷെ CGS യൂണിറ്റ് ഫ്രഞ്ച് തന്നെ ആണെങ്കിലും അതിന് ഗൗഷ്യൻ യൂണിറ്റ് എന്നാണ് പറയുന്നത്. സോ ദിസ് സിസ്റ്റം ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രാൻസ്. ഇറ്റ് ഈസ് ആൾസോ നൗൺ ആസ് ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ് ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. അപ്പോൾ ഇതിൽ ലെങ്ത്, മാസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നുള്ള ഒരു രീതിയിലാണ്. അതായത് ലെങ്ത്തിന് അവർ മീറ്റർ ഉപയോഗിച്ചു, മാസിന് അവർ കിലോഗ്രാം ഉപയോഗിച്ചു,
ടൈമിന് അവർ സെക്കൻഡ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ബ്രിട്ടീഷ് സിസ്റ്റം. ആദ്യം പറഞ്ഞ രണ്ട് സിസ്റ്റം ഫ്രഞ്ച് സിസ്റ്റം ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷ് സിസ്റ്റം വന്നത്. അതിനാണ് FPS സിസ്റ്റം എന്ന് പറയുന്നത്, ഫുട്ട് പൗണ്ട് സെക്കൻഡ്. ലെങ്ത്തിന് ഫുട്ട്, അടി. പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 കിലോഗ്രാമിന് താഴെ വരും, ഏതാണ്ട് 460 ഗ്രാം. അത് കഴിഞ്ഞിട്ട് ടൈമിന് സെക്കൻഡാണ്. സോ ദിസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. It is based on foot, pound and second as a fundamental unit of length, mass, time. ഇവിടെ ലെങ്ത്, മാസ്, ടൈം എന്ന് പറയുന്നത് ഫൂട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. ഇതാണ് FPS സിസ്റ്റത്തിൽ ഉപയോഗിച്ചത്. അപ്പൊ ഇത് ഈ പറഞ്ഞതൊക്കെ ഓരോരോ സ്പെസിഫിക് യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടായിരുന്നതാണുള്ളതാണ് അല്ലേ. രണ്ട് ഫ്രഞ്ച്, അതായത് ആദ്യം വന്ന CGSഉം അത് കഴിഞ്ഞ് MKSഉം ഫ്രഞ്ചുകാർ കൊടുക്കുന്നതാണ്. ഒന്ന് ഗൗഷ്യൻ യൂണിറ്റ്, ഒന്ന് ഫ്രഞ്ച് യൂണിറ്റ്, പിന്നെ ഇത് ബ്രിട്ടീഷ് യൂണിറ്റ്. ബ്രിട്ടീഷ് യൂണിറ്റ് ആണ് FPS. അപ്പൊ ഇതൊക്കെ ലോക, നമ്മൾ ആഗോളവൽക്കരണം എന്നൊക്കെ പറയില്ലേ, ആഗോള വിപണിയൊക്കെ വന്നതോടുകൂടി എല്ലാം അല്ലേ, എല്ലാ രാജ്യത്തേക്കും വ്യവസായം പോകേണ്ടതാണ്. അപ്പൊ എല്ലാ രാജ്യത്തിനും കോമൺ ആയിട്ടുള്ള യൂണിറ്റ് ആകുമ്പോഴാണ് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 1971 ജനറൽ കോൺഫറൻസ് ഓൺ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് held its meeting and decided a system of units for international usage. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക മീറ്റിംഗിൽ 1971 ഒരു ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് യൂണിറ്റ്സ് അവർ ക്രിയേറ്റ് ചെയ്തു. ആ യൂണിറ്റിനാണ് SI യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിനാണ് SI യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടതും SI യൂണിറ്റ് ആണ്. കാരണം നമ്മൾ ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും ഈ യൂണിറ്റ് ആക്സെപ്റ്റബിൾ ആയിരിക്കും. ഇപ്പോൾ ബ്രിട്ടനിൽ കൂടുതൽ FPS ആണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അവിടെ SI യൂണിറ്റ് കൊണ്ടുപോയി അവർ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള യൂണിറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും ഈ SI യൂണിറ്റ് എല്ലാവിടെയും ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ ആണ്. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആൻഡ് ഈസ് അബ്രിവേറ്റഡ് ആസ് SI ഫ്രം ഇറ്റ്സ് ഫ്രഞ്ച് നെയിം. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണെന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ അബ്രിവേഷൻ SI എന്നാണ് എഴുതുക, IS എന്നല്ല, SI യൂണിറ്റ് എന്നാണ് അത് എഴുതുക. The SI unit consists of 7 fundamental units and 2 supplementary units. അപ്പോൾ SI സിസ്റ്റം അതിൽ നമുക്ക് 7 ഫണ്ടമെന്റൽ യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റും കൂടിയാണ് അതിൽ ഉള്ളത്. അപ്പോൾ SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കണം, കാരണം ഇത് ചോദിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ലെങ്ത്, മാസ്, ടൈം മാത്രം അങ്ങനെ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെയാണ് ബാക്കിയുള്ള സിസ്റ്റംസ് ഡീൽ ചെയ്തിരുന്നത്. ഇതങ്ങനെയല്ല, 7 ഉണ്ട്. അപ്പോൾ ഇതിൽ ലെങ്ത്തിന് നമ്മൾ സാധാരണ മീറ്ററിലാണ്, SI യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞ മീറ്ററിലാണ്, അതിൻ്റെ സിമ്പിൾ M ആണ്, സ്മോൾ ലെറ്റർ M ആണ്. ഇനി മാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന കിലോഗ്രാമിലാണ്, അതിന്റെ സിമ്പിൾ kg എന്നാണ്. അതുപോലെ ടൈമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സെക്കൻഡിലാണ്, അതിന്റെ യൂണിറ്റ് S ആണ്. അതുപോലെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കെൽവിനാണ്, ഡിഗ്രി സെന്റിഗ്രേഡ് ഫാരൻഹീറ്റ് എന്നല്ല, കെൽവിനാണ്. അപ്പൊ അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ K ആണ്. ഇനി ഇലക്ട്രിക് കറണ്ട്, നമ്മുടെ കറണ്ട് എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്, അതിന്റെ സിമ്പിൾ A. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിന് ഉപയോഗിക്കണം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ലുമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ക്യാൻഡിലയാണ്, CD. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, MOLE ആണ്, അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് MOL ആണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കെൽവിൻ ആൻഡ് ആംബിയർ എന്നൊക്കെ ഇവിടെ കാണാം. ഈ കെൽവിൻ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, ആംബിയറും സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. പക്ഷെ നമ്മളത് യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ, നമ്മൾ സാധാരണ ഒരു പേര് എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ എഴുതാറുണ്ട്, പക്ഷേ യൂണിറ്റ് എഴുതുമ്പോൾ അങ്ങനെ എഴുതരുത്. കെൽവിൻ എന്ന് പറഞ്ഞാൽ കെൽവിനാണ്, ആംബിയർ എന്ന് പറഞ്ഞാൽ ആംബിയർ, സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്. പക്ഷെ അതിൻ്റെ സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്, കെൽവിൻ, K, ആംബിയർ, A. ഇനി സപ്ലിമെന്ററി യൂണിറ്റ് എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്ന റേഡിയൻ ആൻഡ് സ്റ്റെറിഡിയൻ ആണ്. റേഡിയൻ എന്ന് പറഞ്ഞാൽ ആംഗിളിന്റെ യൂണിറ്റും, സ്റ്റെറിഡിയൻ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ആംഗിളിന്റെ യൂണിറ്റും ആണ് സപ്ലിമെന്ററി യൂണിറ്റ്സ് ആയിട്ട് വരിക. പക്ഷെ എന്നിരുന്നാലും
ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ 7 ഇനി കുറച്ച് SI യൂണിറ്റ് പ്രിഫിക്സസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിഫിക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇതിൽ കുറേ പ്രിഫിക്സസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറേ റെഡ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പ്രിഫിക്സസുകളാണ്. എന്താണ് പ്രിഫിക്സസ് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നമ്മൾ ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ നമ്മൾ ആ ഫിലിം ഞാൻ ഡൗൺലോഡ് ചെയ്തു, 1.5 GB ആണ്, നല്ല ക്ലിയർ ഉണ്ട് എന്നൊക്കെ പറയും. മറ്റാൾ പറയും ഞാൻ ഡൗൺലോഡ് ചെയ്ത് 250 MB ആണ്, വലിയ ക്ലിയർ ഒന്നും ഇല്ല എന്ന് പറയും. അപ്പൊ എന്താണ് ഈ പറയുന്നത്? അതിന്റെ സൈസിനെ പറ്റിയാണ് പറയുന്നത്. ഒരാൾ പറയുന്നത് 1.5 GB 1.5 ആണ് പറഞ്ഞു, മറ്റാൾ 250 ആണ് പറഞ്ഞത്. പക്ഷെ 250 എന്ന് പറഞ്ഞ ആൾക്ക് ക്ലിയർ ഇല്ല. കാരണം 250 MB ആണ് അയാളുടെ സിനിമയുടെ വലുപ്പം, ഇയാളുടെ 1.5 GB ആണ് ഇയാളുടെ വലുപ്പം. അപ്പൊ ഈ MB യും GB യും, അത് മെഗാബൈറ്റും ഇത് ജിഗാബൈറ്റും ആണ്. അപ്പൊ MB യും GB യും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണ് ഈ കിലോ ബൈറ്റ് എന്ന് പറയുന്നത്? ആദ്യം നമുക്ക് കിലോ ബൈറ്റ് പരിചയപ്പെടാം. കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. 1000 ബൈറ്റുകളാണ് നമ്മൾ 1000 ബൈറ്റുകളാണ് നമ്മൾ ഈ 10⁻³ ബൈറ്റുകളാണ് നമ്മൾ കിലോ എന്ന് പറയുന്നത്. ഇനി മെഗാ എന്ന് പറഞ്ഞാൽ അത് 10⁻6 ആയി. ജിഗ എന്ന് പറയുന്നത് 10⁻9 ബൈറ്റുകളായി. അപ്പൊ 10⁻9 ബൈറ്റുകൾ കൂടി ചേർന്നതാണ് ജിഗാബൈറ്റ്. ഇപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡ്രൈവ് ഒക്കെ മേടിക്കുമ്പോൾ ടെറാബൈറ്റിലാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ സത്യം പറഞ്ഞ ടെറയും കൂടി കോമൺ ആയി 10⁻12. 10⁻12 എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇട്ടിട്ട് 12 0 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താ. ഇപ്പൊ കിലോ എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 3 0 എന്ന് പറഞ്ഞാൽ 1000. അപ്പൊ 1 KB എന്ന് പറഞ്ഞാൽ 1000 ബൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ 10⁻3. അപ്പൊ കിലോ 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻3 ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. പക്ഷെ ഈ ബിറ്റിന്റെ ബൈറ്റിന്റെ ഒക്കെ വരുമ്പോൾ 1000 അല്ല, 1024 ആണ് കേട്ടോ വരിക. ബാക്കിയെല്ലാം കറക്റ്റ് ആണ് 10⁻3. കാരണം അത് ബൈനറി ആയതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വരും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ കിലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. ഓക്കെ. അപ്പൊ കിലോ 10⁻, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. കിലോ എന്ന് പറഞ്ഞാൽ 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടെറ എന്ന് പറഞ്ഞാൽ 10⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ ഇവിടെ കുറെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് യോട്ട എന്ന് പറയുന്നത് 10⁻24 ആണ്, അതിന്റെ സിമ്പിൾ Y. സീറ്റ എന്ന് പറയുന്നത് 10⁻21 ആണ് സെഡ്. എക്സ എന്ന് പറയുന്നത് 10⁻18 ആണ്, അതിന്റെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ E. പെറ്റ എന്ന് പറയുന്നത് 10⁻15 ക്യാപിറ്റൽ ലെറ്റർ P. ടെറ 10⁻12 അതാണ് TB എന്ന് പറഞ്ഞാൽ ടെറാബൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ജിഗ 10⁻9 G ക്യാപിറ്റൽ ലെറ്റർ G. മെഗാ 10⁻6 ക്യാപിറ്റൽ ലെറ്റർ M. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻6 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം.
കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്ന കേസുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിനെ 10⁻² എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.20, അതായത് 100 കൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ സെൻറ്റി എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മില്ലി എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ 10⁻⁶ 1 lakh അല്ലേ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹, പിക്കോ എന്ന് പറഞ്ഞാൽ 10⁻². അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, പിക്കോമീറ്റർ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡെസി എന്ന് പറയുന്നത് 10⁻⁻1 ആണ്, സെന്റി എന്ന് പറയുന്നത് 10⁻², ആണ് മില്ലി എന്ന് പറയുന്നത് 10⁻³ ആണ്, മൈക്രോ എന്ന് പറയുന്നത് 10⁻�6 ആണ്, നാനോ എന്ന് പറയുന്നത് 10⁻�9 ആണ്, പിക്കോ എന്ന് പറഞ്ഞാൽ 10⁻² ആണ്, ഫെംറ്റോ എന്ന് പറയുന്നത് 10⁻15 ആണ്, ഓട്ടോ എന്ന് പറയുന്നത് 10⁻80 ആണ്, സെപ്റ്റോ എന്ന് പറയുന്നത് 10⁻21 ആണ്, യൊക്ടോ എന്ന് പറയുന്നത് 10⁻24 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പവറിന്റെ ഒക്കെ സിമ്പിള് ക്യാപിറ്റൽ ലെറ്ററും ഡിവൈഡ് ചെയ്യുന്ന സിമ്പിളൊക്കെ സ്മോൾ ലെറ്റർ ആണ്. എക്സെപ്റ്റ് ഈ ഡെക്കയുടെ കേസ് മാത്രം ഡി എന്നാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ മുഴുവൻ പഠിച്ചില്ലെങ്കിൽ ഈ ചുവന്ന് ഇൻക്ലൂഡിങ് ടെറയും കൂടിയും പഠിക്കണം. ഈ ചുവന്ന് ഇതെങ്കിലും പഠിക്കുക. അപ്പോഴാണ് നമുക്കത് പല അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ് അതിന്റെ ഉപയോഗം? നമ്മൾ 3 മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അത് 3 × 10⁻³ ആംബിയർ ആണ്. 5 മൈക്രോ വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം 5 × 10⁻�6 വോൾട്ട് എന്നാണ്. 8 നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അത് 8 × 10⁻⁹ സെക്കൻഡ് ആണ്. അതുപോലെ 6 പിക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം 6 × 10⁻12 മീറ്റർ ആണ്. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5 × 10⁻³ മീറ്റർ ആണ്. അതുപോലെ മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പവർ ഹൗസിലൊക്കെ മെഗാവാട്ട് പവറാണ് വരിക. അപ്പോൾ 7 × 10⁻6 വാട്ടിനെയാണ് മെഗാവാട്ട് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ഇന്നത്തെ ഒന്ന് നിർത്താം. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിച്ചു. അതിൽ 2 രീതിയിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ഈച്ച് അതർ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ എന്ന് പറഞ്ഞാൽ ദേ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 1 or more ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. പിന്നെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷർമെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു യൂണിറ്റ് വേണം, എങ്കിൽ മാത്രമേ അതിന് മീനിങ് ഫുള്ള് വരുള്ളൂ. അങ്ങനെ പല ടൈപ്പ് യൂണിറ്റ് സിസ്റ്റം ഉണ്ട്. അതിലാണ് CGS സിസ്റ്റം. CGS സിസ്റ്റം ഒരു ഫ്രാൻസ് ഒറിജിനേറ്റഡ് സിസ്റ്റം ആണ്. അതെന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, അതാണ് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നുള്ളതാണ് CGS സിസ്റ്റം. ഇനി MKS സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രഞ്ച് സിസ്റ്റം തന്നെയാണ്. അത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് എന്നുള്ളതാണ്. FPS സിസ്റ്റം ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. അത് ഫുട്ട് പൗണ്ട് സെക്കൻഡ് ആണ്. അതുപോലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിസ്റ്റം, അതിൽ 7 ഫണ്ടമെന്റൽ സിസ്റ്റംസും ഉണ്ട്. അതുപോലെ 2 സപ്ലിമെന്ററി ഉണ്ട്. അതിൽ 7 എന്ന് പറയുന്നത് ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം kg, ടൈം സെക്കൻഡ് S, ടെമ്പറേച്ചർ കെൽവിൻ ക്യാപിറ്റൽ ലെറ്റർ K, ഇലക്ട്രിക് കറന്റ് ആംബിയർ ക്യാപിറ്റൽ ലെറ്റർ A, ലുമിനസ് ഇന്റൻസിറ്റി കാൻഡില CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ MOL. 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ഉണ്ട്. അതാണ് ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള റേഡിയനും സ്റ്റെറിഡിയനും. റേഡിയൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ആംഗിൾ, സ്റ്റെറിഡിയൻ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ആംഗിൾ. പിന്നെ നമ്മൾ പ്രിഫിക്സിനെ പഠിച്ചു. ടെറ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്, ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്, മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്, കിലോ എന്ന് പറഞ്ഞാൽ 10⁻3 ആണ്, സെന്റി എന്ന് പറഞ്ഞാൽ 10⁻2, മില്ലി എന്ന് പറഞ്ഞാൽ 10⁻3, മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻6. മൈക്രോയുടെ സിമ്പിൾ ആണ് മ്യൂ. നാനോ എന്ന് പറഞ്ഞാൽ 10⁻9, പിക്കോ എന്ന് പറഞ്ഞാൽ 10⁻². അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.